ജൂബിലി ഇപ്പം അമ്മയെ പറ്റി പറയാണ്ട് ഞാൻ ചെയ്യണം. അതായത് ഇങ്ങനെ ഒരു വീടിനടുത്തൊരു നാടക ക്യാമ്പ് നടത്തുക. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ 2 അതിഥി വരിക എന്ന് പറയുന്നത് തന്നെ ഇത്രയും ഓർഡർ ചെയ്യാവുന്ന ഹോട്ടൽ സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ഉള്ളൊരു കാലത്ത് തന്നെ സത്യത്തിൽ ഈ കോളിംഗ് ബെല്ല് കേൾക്കുമ്പം പേടിയുള്ളൊരു കാലത്തിലേക്ക് നമ്മളിപ്പോൾ എത്തി. ഇവിടുന്ന് ബാക്കിലോട്ട് ആ ഒരു സമയത്ത് എപ്പോഴും ആളുള്ള ഒരു വീടായിരിക്കുമല്ലോ അത്. അതെ. എന്താ ഈ ട്രൂപ്പ് വണ്ടിയൊക്കെ തിരിച്ച് വീട്ടിലോട്ടാണ് വരുന്ന ഒരു ഓഫീസ് ഉണ്ടായിരുന്നോ വേറെ? അല്ല, സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് വേറെ ഒരു ഓഫീസും സ്റ്റേ ഉണ്ടായിരുന്നു. നേരത്തെ അങ്കിള് പറഞ്ഞ മറ്റേ മുനിസിപ്പൽ ലോഡ്ജ് ചേർത്തലയിലെ അവിടെ ആയിരുന്നു അവർക്കെല്ലാം റൂം എടുത്ത് വെച്ചത്. അതിനുശേഷം ചേർത്തലയിൽ ഞങ്ങളൊരു പ്രോപ്പർട്ടി മേടിച്ചു നാടകത്തിന് വേണ്ടി മാത്രം. അവിടെ വലിയൊരു ഓഡിറ്റോറിയം പണിതു. അതിൻ്റെ 2 സൈഡിലും ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ക്യാമ്പും കാര്യങ്ങളും ഫെസിലിറ്റീസും. അതായത് ഇപ്പോൾ അവർക്കൊരു ഒരാഴ്ച നിൽക്കണമെങ്കിൽ പോലും അവിടെ ഫുൾ അതിൽ നിൽക്കാനുള്ള കിച്ചണും കാര്യങ്ങളും എല്ലാമായിട്ട് ആ കോമ്പൗണ്ടിന്റെ തൊട്ട് ചെന്നൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു. ആ ഗസ്റ്റ് ഹൗസ് ആണ് കുറച്ചുകൂടി വലുതാക്കി ഞങ്ങൾ വീടാക്കിയിട്ട് ഞങ്ങളും ആ കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പം അങ്ങനെ എപ്പോഴും ആളുണ്ടാവും. നാടകം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ വെളുപ്പിന് വന്നിട്ട് ആ സമയത്തൊക്കെ ചിലപ്പോൾ വണ്ടി കിട്ടത്തില്ല. അതുകൊണ്ട് ഇവർ ക്യാമ്പിൽ വന്നിട്ട് പിറ്റേന്ന് രാവിലെ പയ്യെ പോയാൽ മതി എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ അവർക്ക് പിറ്റേന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ എത്ര പേരുണ്ടാകും എന്നുള്ളത് രാവിലെ മനസ്സിലാക്കി അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കും. അയ്യോ, അങ്ങനെ ജൂബിലിയിൽ അങ്ങനെ ഒരു അവർ പുറത്തുനിന്ന് കഴിക്കണം അങ്ങനെ ചില ട്രൂപ്പുകളുണ്ട്. അത് ക്യാമ്പ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ചിലവൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ നമ്മുടെ അങ്ങനെയല്ല. നാടകം കഴിഞ്ഞ് രാത്രി കഴിഞ്ഞാൽ ഉത്തരവാദിത്തം ഫലത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. അതെ അതെ. പിന്നെ വീണ്ടും ഇതുണ്ട്, ചിലർക്ക് പണ്ട് സ്പോട്ടിൽ വരുന്നതിന് പൈസയില്ല, ഓഫീസിൽ നിന്ന് പുറപ്പെട്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഇടയിൽ നിർത്തുന്നതിനും പോകുന്നതിനും ഒക്കെ അത്. പക്ഷെ ട്രൂപ്പിനൊക്കെ ഒരു കാലത്ത് അത്രയും ചായക്ക് 10 രൂപ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ മീൻ വറുത്തത് മേടിച്ച ട്രൂപ്പിന്റെ ഉത്തരവാദിത്തത്തിലല്ല. ഒന്നെന്ന് പറയുന്ന സമയമുണ്ട് അവിടെ. ഈ രാജേട്ടനെ പോലുള്ള ആളുകൾ സിനിമയിൽ നിന്നും മറ്റും പണം സമ്പാദിച്ചിട്ട് ഇവിടെ കൊണ്ട് ചെലവാക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. നാടകം മാത്രം നടത്തി ജീവിക്കുന്ന നമ്മൾ ആരെയും നാടകത്തിൽ പ്രതി ആരും പറയാൻ അത്രേ അതിന് ലാഭത്തിന് വേണ്ടിയല്ല വരുമാനം ഉള്ളൂ. അത് വെച്ച് ചെയ്യുന്നതിനകത്ത് എല്ലാവർക്കും അത്രയും സൗകര്യങ്ങൾ കൊടുത്തുവിടാൻ പറ്റൂല. ഇതിപ്പോ മറ്റൊരു ജോലി, ഞാൻ കുറെ കൊല്ലം സലീം കുമാറേട്ടൻ്റെ ട്രൂപ്പിലായിരുന്നു. ഈ സലീമേട്ടൻ സിനിമാ നടൻ, ഇതിന്റെ ഓണർ സിനിമാ നടനായതുകൊണ്ട് ചില സ്ഥലത്ത് നമ്മൾ രാത്രി കഴിക്കാൻ പോയി കഴിയുമ്പോൾ അവര് ഉച്ചത്തെ അന്നദാനം കഴിഞ്ഞതൊക്കെ എടുത്ത് എവിടുന്നേലും വെച്ച് കഴിച്ചിട്ട് കഴിയുമ്പം നിങ്ങൾ ഹോട്ടലിൽ കഴിച്ചോ പറഞ്ഞിട്ട് പോകുന്ന പറയാവുന്ന ഒരു ഓണർ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ട്രൂപ്പിന്റെ ഭാഗ്യമാണ്, അല്ലേ? ഓഡിറ്റോറിയം ബിൽഡിങ്ങും പണിത് കൊടുക്കുന്ന ട്രൂപ്പിനോടൊരു കെയറിങ്, നാടകത്തിലുള്ളവരോട് കെയറിങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ എയർബസ്, ഒരു ട്രൂപ്പിന് എയർബസ് വിത്ത് പുഷ് ബാക്ക് സീറ്റ് എടുത്തത് ജൂബിലി ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയത്തില്ല വേറെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത്. സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലായിരിക്കും പുഷ് ബാക്ക് സീറ്റ്. അതെ അതെ, സ്വന്തം വണ്ടി. അന്ന് ഏഷ്യർ എന്ന് പറഞ്ഞ കമ്പനി ഇവിടെ ഇന്ത്യയിൽ വന്നിട്ടേ ഉള്ളൂ. അവരുടെ ഒരു വണ്ടി എടുത്ത് അതിന് എയർ സസ്പെൻഷനൊക്കെ കയറ്റി പുഷ് ബാക്ക് സീറ്റാക്കി. അതായത് 32 സീറ്റിന്റെ വണ്ടി എടുത്തിട്ട് 22 സീറ്റാക്കി, അത്രയും സ്പേഷ്യസ് ആക്കി റിലാക്സ് ആക്കിയിട്ട് പുഷ് ബാക്ക് സീറ്റ് ആക്കിയിട്ട് മറ്റേ ഫുഡ് റെസ്റ്റ് ഉൾപ്പെടെ വെച്ചിട്ട്. അപ്പോൾ അടിച്ചും പറഞ്ഞു, ഞാനൊക്കെ പണ്ട് നാടകം കഴിഞ്ഞ് വന്നിട്ട് ഈ സീറ്റിൽ, അന്ന് മറ്റേ ഇങ്ങനെ സ്കൂൾ ബസ്സിന്റെ കൂട്ട് സീറ്റാണല്ലോ പണ്ടത്തെ വണ്ടി, ഇതിലിരുന്നൊന്ന് ഉറങ്ങാൻ ഭയങ്കര പാടുപെടുമായിരുന്നു. പക്ഷെ എൻ്റെ സ്റ്റാഫ് അത് അങ്ങനെ അനുഭവിക്കരുത്, അവർ സുഖമായിട്ട് ഉറങ്ങി ഇവിടെ വരണം, തിരിച്ച് ക്യാമ്പിലോട്ട്. അങ്ങനത്തെ ഒരു മുതലാളി ഉണ്ടാവല് വലിയ ഭാഗ്യമാണ്. ഞാനൊരു ട്രൂപ്പിലൊരിക്കൽ 1 കൊല്ലം കളിച്ചതിനകത്ത് വണ്ടിക്കകത്ത് മുഖത്തോട് മുഖം നോക്കിയിരിക്കണം. നടുക്കലത്തെ സീറ്റ് ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടുന്ന് കാസർഗോഡ് വരെയൊക്കെ വേർത്തിന്റെ മുഖം കണ്ടോണ്ട് പോകണം. അത് നമ്മൾ 3-4 ദിവസം ഉറക്കം നിൽക്കുന്ന കാരണം ബ്ലഡ് പ്രഷർ കൂടിയിട്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യവും ഇടി ഉറങ്ങിയിട്ട് കാലെടുത്ത് മറ്റവന്റെ മടിയിലേക്ക് വെക്കും. അവൻ രാത്രി ഇടിക്കും. പിന്നെ പട്ടയെന്ന് പറഞ്ഞ് വണ്ടിക്കകത്ത് കിടന്ന് ഇടിയും വേളുമായിട്ട് പോയിട്ടുന്ന അവസ്ഥകളുണ്ട് അവിടെ. ഒപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ അമ്മയുടെ ഒരു എഫേർട്ട് നമ്മൾ പറയാതെ പോകാൻ പറ്റില്ല കേട്ടോ, ഇത്രയും. കാരണം പിന്നെ സിനിമയിലാണെങ്കിലും അന്നൊക്കെ നല്ല ട്രാവലില്ലേ, വീട്ടിൽ വരെ അത്ര ഫ്രീക്വന്റ് ആയിരിക്കുമല്ലോ ഒരു സമയത്ത്. ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഓർത്ത്, അതായത് ഈ ട്രൂപ്പിൽ എപ്പോഴും നമ്മൾ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റിനെ നോക്കിയാണല്ലോ വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ ആരെങ്കിലും ഒരാൾ ഇത്തിരി ദേശീയക്കാരനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എത്ര നോക്കിയാലും ആരെങ്കിലും ഒരു കൊല്ലം ഒരു പ്രശ്നക്കാരൻ വെച്ച് ഉണ്ടാകണം. അപ്പോൾ ഈ ട്രൂപ്പ് സെക്രട്ടറി ആയിട്ട് അടിച്ചാൽ അയാളെ പിടിച്ചാക്കിക്കളയും. പിന്നെ പുള്ളിക്കാരോട് മഴക്കിടാൻ പറ്റിയല്ലോ, അതിന് പുള്ളിനെ ഏൽപ്പിച്ചേക്കണല്ലോ. എന്തെങ്കിലും മഴക്കുണ്ടായ പുള്ളിയാണ്, നിങ്ങളങ്ങനെ ചെയ്യരുത്, എൻ്റെ ഉത്തരവാദിത്വമാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അതിലിടപെട്ട് നന്നായി പൊക്കോളൂ. അങ്ങനത്തെ കുറേ ഈ കൊനിഷ്ഠ പിടിച്ച കുറച്ച് ബുദ്ധിയൊക്കെ കാണിക്കുമായിരുന്നു.